ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ പഴം നന്നായിട്ട് കറുത്തു പോയി പഴുത്തു പോയി എന്നൊക്കെ തോന്നുന്നവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള 4 നേന്ത്രപ്പഴം. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് ഇതേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് പശുമ്പാലാണ്. പകരം നിങ്ങൾക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. മടിയുള്ളവർ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് പകരം പശുമ്പാൽ എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 നേന്ത്രപ്പഴത്തിന് ഏകദേശം ഒരു 4.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും ശർക്കര എടുത്ത് ചെയ്യുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണമെങ്കിൽ ശർക്കര കുറച്ചെടുത്താലും മതി. അപ്പോൾ ഇതിവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ ഒന്ന് അരിച്ച് മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ അവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. സാധാരണ ഹൽവ ഉണ്ടാക്കാൻ ഒത്തിരി സമയം എടുക്കും. നമുക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആയിട്ട് കിട്ടും. ഒരുപാട് നേരം ഇട്ട് വരട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നമ്മുടെ കശുവണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആ നെയ്യിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നേന്ത്രപ്പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. കുറച്ച് വെള്ളം ഉണ്ടല്ലോ, പാലൊഴിച്ചല്ല, നന്നായിട്ട് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ചേർത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മാതിരി ഉണ്ടാവും കാണാൻ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട പിടിച്ച മാതിരി ഉണ്ടാവും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ നന്നായിട്ട് മിക്സ് ആയിക്കോളും ഇത്തിരി കഴിയുമ്പോൾ. അപ്പോൾ നല്ലപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചുടച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അത് ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ചേർക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയം മുതൽ നമ്മൾ ഇതിലേക്ക് കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ ചേർക്കണം എന്നില്ല കേട്ടോ. കാരണം ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഏകദേശം ഇതിന് നെയ്യൊക്കെ വിട്ട് വരുന്ന പരുവാവും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ നെയ്യ് നന്നായിട്ട് കുടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നെയ്യൊക്കെ ചേർത്ത് ഇങ്ങനെ ഒത്തിരി നേരം ഇട്ട് കുറുക്കുമ്പോഴാണ് ഇത് നല്ല കറുത്ത കളറിലുള്ള ഹൽവയായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യുക. ഇത് ഇച്ചിരി കഴിയുമ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് കാണാൻ പറ്റും നമുക്ക്. ഇതേ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാം, ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരും. അപ്പോഴേക്കും ഏകദേശം അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാവണം. അത്ര നേരം നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ നിന്ന് നെയ്യ് വിട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തീരെ കുടിക്കാത്ത രീതിയിലായിട്ടുണ്ട് നെയ്യ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ നെയ്യ് ചേർക്കണ്ട. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്താൽ മതി. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു തവി വെച്ച് നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. 1-2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ റെഡിയാവും. അതിനുശേഷം അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇട്ടാൽ മതി. നമുക്ക് വേറെ വലിയ പണിയൊന്നുമില്ല. കാരണം ഇതിൽ മൊത്തം നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഇളകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ടേസ്റ്റ് അസാധ്യ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.